എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഒരു ഡിസൈൻ കൺസെപ്റ്റാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് അത് കുറേ അധികം ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് തന്നെ പലതരത്തിലുണ്ട്, അതെല്ലാം ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷണൽ ലോജിക് ഡിജിറ്റൽ ഫംഗ്ഷനെയാണ് നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ALU എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേയധികം സെലക്ഷൻ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ സെലക്ഷൻ ലൈൻസ് അനുസരിച്ചാണ് ഏത് ഓപ്പറേഷനാണ് ഈ പർട്ടിക്കുലർ സർക്യൂട്ട് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഫിഗർ നോക്കുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു 4 ബിറ്റ് ALUവിൻ്റെ ഡയഗ്രാമാണ്. അതുകൊണ്ട് തന്നെ A എന്ന് പറയുന്ന ഇൻപുട്ടിനെ A1, A2, A3, A4 എന്ന് പറഞ്ഞ് 4 ബിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. B എന്ന് പറയുന്ന ഇൻപുട്ടിനെയും 4 ബിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് B1, B2, B3, B4 എന്ന് കൊടുത്തിട്ടുള്ളത്. F എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതിനകത്ത് Cഇന്നും ഉണ്ട്, ഇൻപുട്ട് ക്യാരിയും ഉണ്ട്, ഔട്ട്പുട്ട് ക്യാരിയും ഉണ്ട്. അതേപോലെ തന്നെ 3 സെലക്ഷൻ ലൈൻസും ഉണ്ട്, S0, S1 ആൻഡ് S2. അപ്പം ഇതിനകത്ത് S2 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മോഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഈ സർക്യൂട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് അതോ ലോജിക്കൽ ഓപ്പറേഷൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് S2വിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. ഇവിടെ S1 ആൻഡ് S0, ഈ S0, S1ൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ തന്നെയാണെങ്കിൽ അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ലോജിക്കൽ ഓപ്പറേഷൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് S0യുടെയും S1ൻ്റെയും വാല്യൂ അനുസരിച്ചാണ്. പിന്നെ ക്യാരീസ് ഉണ്ട്, ഇൻപുട്ട് ക്യാരിയും ഉണ്ട്, ഔട്ട്പുട്ട് ക്യാരിയും ഉണ്ട്. ഈ ക്യാരി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ മീനിങ് വരുന്നത് തന്നെ അതൊരു അരിത്തമെറ്റിക് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ മാത്രമേ ക്യാരി വരുന്നുള്ളൂ. ലോജിക്കൽ സർക്യൂട്ടുകളിൽ ക്യാരിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ALUവിനെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ അതിൻ്റെ അരിത്തമെറ്റിക് സെക്ഷൻ, ആ പാർട്ട് മാത്രം ഡിസൈൻ ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ലോജിക് സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യും. അതിനുശേഷം നമ്മൾ അരിത്തമെറ്റിക് സെക്ഷനെ മോഡിഫൈ ചെയ്യും. എന്നിട്ട് ഈ ലോജിക് സെക്ഷനെയും കൂടെ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ALUവിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ. സോ നമ്മളൊരു അരിത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ ഡിസൈനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ ബേസിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു പാരലൽ ആഡറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പാരലൽ ആഡറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അധികം ഫുൾ ആഡേഴ്സിനെ നമ്മളെ കണക്ട് ചെയ്തിട്ടാണ് ഒരു പാരലൽ ആഡറായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും 8 തരത്തിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ പറയുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പാരലൽ ആഡറിലേക്കുള്ള ഒരു ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ഇൻപുട്ടാണ്. നമുക്കതിനകത്ത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് അഡീഷനാണ്. അപ്പോൾ അഡീഷനകത്ത് Aയും Bയും ഇൻപുട്ടുണ്ട് പാരലൽ ആഡറിലോട്ട്. അവിടെ ക്യാരി എന്ന് പറയുന്നത് 0 ആണ് കൊടുത്തിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും A+B ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ ക്യാരി ഔട്ട് വരികയാണെങ്കിൽ ക്യാരി ഔട്ട്, അത്രയേ ഉള്ളൂ. രണ്ടാമത് എന്ന് പറയുന്നത് ചില സാഹചര്യത്തിൽ നമുക്ക് അഡീഷൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ക്യാരി വരുന്ന കേസുകളുണ്ട്. അന്നേരം Aയും Bയും കൊടുത്തു പാരലൽ ആഡറിലോട്ട്. Cൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് A+B+1 ആയിരിക്കും. അപ്പോൾ അതാണ് അഡീഷൻ വിത്ത് ക്യാരി എന്ന് പറയുന്ന കേസ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഈ സബ്ട്രാക്ഷന് പകരം നമ്മൾ കോംപ്ലിമെൻ്റ് ആണ് ചെയ്യാറുള്ളത്. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് A+1's കോംപ്ലിമെൻറ്റ് ഓഫ് B ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കും. അതുപോലെ B ബാറാണ് കൊടുക്കുക, B അല്ല കൊടുക്കുക, B ബാർ. അപ്പം B ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇൻപുട്ട് ക്യാരിയുടെ വാല്യൂ 0 ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A+B ബാർ. നാലാമത്തെ എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ A-B ചെയ്യുന്നതിന് പകരം A+2's കോംപ്ലിമെൻറ്റ് ഓഫ് B ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരു നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ Aയും B ബാറുമാണ് ഇൻപുട്ട്. C = 1 ആണ്.
സോ എഫ് ഐ ഈക്വൽ ടു എ പ്ലസ് ബി ബാർ പ്ലസ് 1. അടുത്തതെന്ന് പറയുന്നത് അഞ്ചാമത്തത്, നമുക്ക് ചിലപ്പോൾ എയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് നമുക്ക് എഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട അവസ്ഥകൾ വരും. ഉദാഹരണത്തിന് ഇവിടെ ബിയുടെ വാല്യൂ കംപ്ലീറ്റ് 0 ആണ്, ബിയുടെ എല്ലാ ബിറ്റുകളും 0 ആണ്. സോ ഓട്ടോമാറ്റിക്കലി എയുടെ വാല്യൂ എന്താണോ ക്യാരി സിന്നും 0 ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എ നമുക്ക് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് എ ആണ്. പലപ്പോഴും നമ്മൾ എ ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എയുടെ വാല്യൂ വരും, ബിയുടെ വാല്യൂ 0 ആയിരിക്കും, സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ വി വിൽ ഗെറ്റ് എഫ് ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. അടുത്തെന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ അവസരങ്ങൾ വരും. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ അതുപോലെ എടുക്കും, ബിയുടെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത് എല്ലാം 1s ആണ്, എല്ലാ നമ്പറും 1 ആണ്. സീൻ 0 ആയിട്ട് കൊടുത്തു, എഫ് ഈസ് ഈക്വൽ ടു എ മൈനസ് 1. എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തൊരു സംശയം കാണും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു തരും, എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരും. അടുത്തെന്ന് പറയുന്നത് അതിനകത്ത് കൺഫ്യൂഷനൊന്നുമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ എയുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന മറ്റൊരു മെത്തേഡും ഉണ്ട്. അപ്പോൾ എയുടെ വാല്യൂ എ വെച്ചു, മറ്റെല്ലാം 1s ആക്കി വെച്ചു, സിൻ്റെ വാല്യൂ 1. സോ തീർച്ചയായിട്ടും എഫിൻ്റെ വാല്യൂ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എഫിൻ്റെ വാല്യൂ എ തന്നെ ആയിരിക്കും. കാരണം 1 + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, ക്യാരി 1 ആണ്. ഒരു പാരലൽ ആഡറിലെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആകാം. അപ്പം നമ്മളെടുത്ത് കഴിഞ്ഞ എക്സാമ്പിൾ കാണിച്ചത് 4 ബിറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. അത് എത്ര വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത്, സീനിൻ്റെ വാല്യൂ, ഇൻപുട്ട് ക്യാരിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ആ സർക്യൂട്ടിൻ്റെ LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് പൊസിഷനിലായിരിക്കും സീനിൻ്റെ വാല്യൂ വരിക. അതേപോലെ തന്നെ സി ഔട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആൻസർ വരുന്നതിനകത്ത് എപ്പോഴും MSB പൊസിഷനിലായിരിക്കും, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് പൊസിഷനിലായിരിക്കും വരിക. ഇനി നമ്മൾ ആ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തപ്പം ഒരു കൺഫ്യൂസിങ് ഫാക്ടറാണ് ബിയുടെ ടെർമിനലിൽ നമ്മൾ മൊത്തം 1s കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ കിട്ടും. അപ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നുന്നത് എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പാരലൽ ആഡർ കൺസിഡർ ചെയ്യുകയാണ്, അതിനകത്ത് n ഫുൾ ആഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ സി ഔട്ടിൻ്റെ വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത്, സി ഔട്ടിൻ്റെ വാല്യൂ 1 എന്ന് പറയുന്ന ഇതാണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് 2n ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു എക്സാമ്പിളോടെ നോക്കാം. സോ നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിളിനകത്ത് എന്നിൻ്റെ വാല്യൂ 8 ആണ്, അതുപോലെ എയുടെ വാല്യൂ 9 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എയുടെ വാല്യൂ ഞാൻ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. സോ 8 ബിറ്റ് ആയതുകൊണ്ട് തന്നെ സോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ 9 ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സി ഔട്ട് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ് 2n എന്നുള്ളതാണ്. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2/8 ആണ്. സോ ഞാനിവിടെ MSB ബിറ്റ് എന്താക്കി വെച്ചു, 1 ആക്കി വെച്ചു. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വലൻ ടു ദ 256ൻ്റെ ഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ ആണ്. സോ അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല, അതാണ് എഴുതിയിരിക്കുന്നത്. ബിക്കോസ് 2n ഈസ് എ ബൈനറി കൺസിസ്റ്റിംഗ് ഓഫ് 1 ഫോളോഡ് ബൈ n zeros ആണുള്ളത്. ഇവിടെ നമുക്ക് ഇവിടെ 1 ഉണ്ട്, എന്നിൻ്റെ വാല്യൂ 8 ആണ്, അതിനുശേഷം 8 zeros ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് സബ്ട്രാക്ടിങ് 1 ഫ്രം 2n വി ഒബ്റ്റെയിൻ 2n നിന്ന് 1 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ 2n വാല്യൂ എന്ന് പറയുന്നത് 256 ആണ്. അപ്പോൾ 2n നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ദ ബൈനറി ഈക്വലൻറ്റ് ഓഫ് 255 ആണ് കിട്ടാനുള്ളത്. അപ്പം 2n-1 വിച്ച് ഈസ് ബൈനറി ഈസ് എ നമ്പർ ഓഫ് n ones ആണ്. n എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ 8 1s ആണ് വന്നിട്ടുള്ളത്, അതാണ് 256 ഈക്വലൻ്റ് ആയിട്ട് ഉള്ളത്. ഇനി അടുത്തത് ആഡിങ് 2n-1 ടു എ. ഈ എയുടെ കൂടെ 2n-1 നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, വി ഒബ്റ്റെയിൻ f ഈസ് ഈക്വൽ ടു a പ്ലസ് 2n-1 ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ 2n ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ 2n പ്ലസ് a-1 എന്ന് ഇതിനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നോക്കുക, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 256. അപ്പം 2n വാല്യൂ എന്ന് പറയുന്നത് 256 ആണ്. a-1 എയുടെ വാല്യൂ 9 ആയിരുന്നു, 9-1 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 256 പ്ലസ് 8 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിരിക്കും വരിക. എന്നിട്ട് അവർ എന്താ പറഞ്ഞിരിക്കുന്നത്, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇഫ് ദ ഔട്ട്പുട്ട് ക്യാരി 2n ഈസ് റിമൂവ്ഡ്, അപ്പം വി ഒബ്റ്റെയിൻ f ഈസ് ഈക്വൽ ടു a-1. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഈ ഔട്ട്പുട്ട് ക്യാരി ആയിട്ടുള്ള 2n അങ്ങ് റിമൂവ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് 256 റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് a-1 ആണ്. a-1 എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. സോ 8 ആണ് കിട്ടേണ്ടത്, ബിക്കോസ് എയുടെ വാല്യൂ 9 ആണ്.
സോ അങ്ങനെ നമുക്ക് ഒപ്റ്റൈൻ ചെയ്തു. നോക്കാം. ദ റിമൂവിങ് ദ ഔട്ട്പുട്ട് ക്യാരി 2 raised to n is equal to 256. We obtain 8, that is equal to 9 minus 1. Thus we have decremented a by 1 by adding to it a binary number with all ones. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഓൾ വൺസ് ബി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഡിക്രിമെൻ്റ് ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞു ബിയുടെ വാല്യൂ ആണ് ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടിനൊരു പേരുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ട്രൂ ഓർ കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ 1 or 0 എലിമെൻറ്റ് അല്ലെങ്കിൽ സർക്യൂട്ട് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. കാരണം ഈ സർക്യൂട്ട് വരച്ചെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഞാനതിൻ്റെ ട്രൂത്ത് ടേബിൾ പറയാം. ഇപ്പം S1-ൻ്റെ S0യുടെ വാല്യൂ 0 0 ആണെന്ന് വിചാരിക്കുക. S1-ൻ്റെ S0യുടെ വാല്യൂ 0. സോ S0യുടെ വാല്യൂ 0 ആണ്. സോ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. S1-ൻ്റെ വാല്യൂ 0 ആണ്. സോ ഇവിടെ എന്ത് ഇൻപുട്ട് വന്നാലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. സോ y എന്ന് പറയുന്നത് 0 + 0 = 0. സോ 0 കിട്ടി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് S0യുടെ വാല്യൂ 0 ആണ്. S0യുടെ വാല്യൂ 0 ആകുമ്പം ഈ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് S1-ൻ്റെ വാല്യൂ 0. S1-ൻ്റെ വാല്യൂ 0 ആകുമ്പം ഈ ആൻഡ് ഗേറ്റ് ഇനാക്റ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് S0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. S0യുടെ വാല്യൂ 1 ആകുമ്പോൾ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് BI തന്നെ ആയിരിക്കും. സോ BI + 0 എന്ന് പറയുന്നത് BI ആയിരിക്കും. അടുത്ത കേസ് എന്ന് പറയുന്നത് S1-ൻ്റെ വാല്യൂ 1ഉം S0യുടെ വാല്യൂ 0ഉം. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് 0 തന്നെയാണ്. S1-ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. S1-ൻ്റെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താണ്? BI കോംപ്ലിമെൻ്റ് ആണ്. സോ BI കോംപ്ലിമെൻറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എന്താണ്? BI കോംപ്ലിമെൻ്റ് തന്നെയാണ്. സോ ഔട്ട്പുട്ട് കിട്ടുന്നത് BI കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ BI ബാർ കിട്ടും. അടുത്ത കേസ് എന്ന് പറയുന്നത് S0യുടെ വാല്യൂവും 1 ആണ്, S1-ൻ്റെ വാല്യൂവും 1 ആണ്. അപ്പോൾ S0യുടെ വാല്യൂ 1 ആകുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് BI തന്നെയാണ്. S1-ൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് BI ബാർ ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും BI + BI ബാർ. BI + BI ബാർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇതാണ് ആ പർട്ടിക്കുലർ സർക്യൂട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി എന്ന് പറയുന്ന ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ്. ഇറ്റ് ഈസ് കോൾഡ് ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ 1 or 0 എലിമെൻറ്റ് സർക്യൂട്ട് എന്ന് പറയും. സോ നമ്മൾ ഇനി ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-bit അരിത്തമെറ്റിക് സർക്യൂട്ടിനെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയഗ്രാം വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് പാരലൽ ലാഡറായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ പാരലൽ ലാഡർ. ഇനി ഇതിനകത്ത് നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ആണ്. ഇപ്പോൾ A1 ആയാലും A2 ആയാലും A3 ആയാലും A4 ആയാലും ഡയറക്റ്റ് കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ബിറ്റ് ഉണ്ടെങ്കിലും ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ മതി. ഇനി ബിയുടെ ശ്രദ്ധിക്കുക. ബിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ കൊടുത്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ട്രൂ ഓർ കോംപ്ലിമെൻ്റ് സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് Y1 Y2 Y3 Y4 കിട്ടുക. അതേപോലെ തന്നെ ഔട്ട്പുട്ട് എല്ലാം F1 F2 F3 F4 ഉണ്ട്. ഇൻപുട്ട് ക്യാരി C1 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഔട്ട്പുട്ട് ക്യാരി C5 കൊടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം പെട്ടെന്ന്. സോ എ 4-bit അരിത്തമെറ്റിക് സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് 8 അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പം ഇവിടെ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഒരു 4-bit അരിത്തമെറ്റിക്, ഞാൻ പറഞ്ഞ കണക്കിന് തന്നെ. ഇനി ദ 4 ഫുൾ ആഡേഴ്സ്, ഈ 4 ഫുൾ ആഡേഴ്സ് ആണ് ഒരു പാരലൽ ലാഡറായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജിലേക്കുള്ള ക്യാരിയാണ് ഇൻപുട്ട് ക്യാരി എന്ന് പറയുന്നത്. അതുപോലെ 4ാമത്തെ സ്റ്റേജിലേക്കുള്ള ഔട്ട്പുട്ട് ക്യാരി എന്ന് പറയുന്നത്. ഓൾ അതർ ക്യാരീസ് ആർ കണക്റ്റഡ് ഇൻറ്റേർണലി ഫ്രം വൺ സ്റ്റേജ് ടു ദ നെക്സ്റ്റ്. ഓരോ സ്റ്റേജിൽ നിന്ന് അടുത്തലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള സെലക്ഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത് S1 S0 അതുപോലെ തന്നെ Cin എന്ന് പറയുന്ന ഇൻപുട്ട് ക്യാരിയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. വേരിയബിൾസ് S1 ആൻഡ് S0 കൺട്രോൾ ഓൾ ഓഫ് ദി B ഇൻപുട്സ് ടു ദ ഫംഗ്ഷൻ. ഈ S1-ൻ്റെയും S0-യുടെയും വാല്യൂ ആണ് ഈ B ഇൻപുട്ടുകളെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. A ഇൻപുട്ട് ഗോസ് ഡയറക്ട്ലി ടു ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിനെ പോലെ എയുടെ ഇൻപുട്ട് എന്ന് പറയുന്ന എല്ലാം ഡയറക്റ്റായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ ടേബിൾ വരയ്ക്കണം. അപ്പോൾ ഫംഗ്ഷൻ ടേബിളിനകത്തുള്ളതെന്ന് പറയുന്നത് ആദ്യം ഫംഗ്ഷൻ സെലക്ട് ആണ്. അപ്പോൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ. സോ നിങ്ങൾക്കറിയാം ഇവിടെയാണ് ഈ Y1 Y2 Y3 Y4. സോ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പം ഇവിടെ S1 S0 Cn ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ കോമ്പിനേഷനും ദാറ്റ് ഈസ് 0 0 0 മുതൽ 1 1 1 വരെയുള്ള കോമ്പിനേഷൻസ്. അപ്പം അതിൻ്റെ വൈയുടെ വാല്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പം S1 S0യും 0 0 ആകുമ്പോൾ സീൻ്റെ വാല്യൂവും 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂവും 0 ആയിട്ട് മാറും. സോ F ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നതാണ് വരിക. അപ്പം നിങ്ങൾ ആ വരച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പം ഇതനുസരിച്ചാണ് ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന കോമ്പിനേഷൻസ് നിങ്ങൾ ആ സർക്യൂട്ടിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സർക്യൂട്ടിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് വൈയുടെ വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ടാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പം സീൻ്റെ വാല്യൂ നിങ്ങൾ നോക്കുക. അതുപോലെ S1ൻ്റെ S0യുടെ വാല്യൂ അനുസരിച്ചായിരിക്കും ഇത് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച സർക്യൂട്ടിനകത്ത് ഓരോ സ്റ്റേജിനും ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എയുടെ വാല്യൂ ഡയറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സോ XI ഈസ് ഈക്വൽ ടു A. എപ്പോഴും XIയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ A തന്നെ ആയിരിക്കും. ith സ്റ്റേജ് വെച്ച് നോക്കുക. അതുപോലെ YIയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു BI S0. കാരണം നമ്മൾ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ടിനകത്ത് കണ്ടതാണ്. അതിനകത്ത് BIയും S0 ആണ് ആദ്യത്തെ ആൻഡ് ഗേറ്റിലേക്ക് വരിക. അതുപോലെ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിലേക്ക് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BI ബാർ S1, ബിക്കോസ് അതിൻ്റെ നോട്ട് എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. സോ ആ സർക്യൂട്ട് അനുസരിച്ച് BI S0 പ്ലസ് BI ബാർ S1. ഐയുടെ വാല്യൂ എന്ന് പറയുന്ന 1 മുതൽ N വരെ പോകാം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് അരിത്മെറ്റിക് സർക്യൂട്ടിൽ. നമ്മൾ എടുത്തതിനകത്ത് N-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരുന്നു. ഇനി നമ്മളിതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസൈൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ ആൻ ആഡർ ഓർ സബ്ട്രാക്ടർ സർക്യൂട്ട് വിത്ത് 1 സെലക്ഷൻ വേരിയബിൾ എസ്. ഇവിടെ ഒരു സെലക്ഷൻ വേരിയബിളെ പാടുള്ളൂ എന്ന് പറയുന്നു. അതിൻ്റെ വേരിയബിളിൻ്റെ പേര് S എന്നാണ്. ആൻഡ് 2 ഇൻപുട്ട്സ് A ആൻഡ് B, 2 ഇൻപുട്ടുകൾ ഉണ്ടാകാം. When S is equal to 0, the circuit perform A plus B, and when S is equal to 1, the circuit perform A minus B by taking the 2's complement of P. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ സ്പെസിഫിക്കേഷൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, സോ ഇവിടെ 2 ഓപ്പറേഷൻസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 2 പാരലാഡർ ആദ്യമേ അങ്ങ് വരച്ചു. ഇവിടെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് A പ്ലസ് ബി ആണ് ചെയ്യേണ്ടത്. സോ A പ്ലസ് ബിക്ക് കറസ്പോണ്ടിങ് നമ്മൾ ഓർക്കണം, ആദ്യം വരച്ചിട്ടുള്ള കുറച്ച് ഡയഗ്രാംസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ A പ്ലസ് ബിയുടെ ഡയഗ്രാം നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ A മൈനസ് ബി ചെയ്യണം, പക്ഷേ അത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2's കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. എയും ബി ബാറും കൊടുത്തു, സീൻ 1. സോ A പ്ലസ് ബി ബാർ പ്ലസ് 1 അതെന്ന് പറഞ്ഞാൽ A മൈനസ് ബിക്ക് ഈക്വൽ ആണ്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡയഗ്രത്തിൽ നിന്ന് നമുക്കൊരു ഫംഗ്ഷൻ ടേബിൾ നമ്മൾ പറയണം. എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഓർഡറിൻ്റെ ഇൻപുട്ടുകൾ എങ്ങനെ വരാം എന്നുള്ളതിനെ അനുസരിച്ചാണ് അടുത്ത ഫംഗ്ഷൻ ടേബിൾ വരിക. അപ്പോൾ നിങ്ങൾ ആ ഫംഗ്ഷൻ ടേബിൾ ശ്രദ്ധിക്കുക. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എസിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് എന്താ പറയുക, എക്സയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എ തന്നെയാണ്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് BI തന്നെയാണ്. സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ 1 ആവുന്ന സമയത്ത് എക്സയുടെ വാല്യൂ A ആണ്, വൈയുടെ വാല്യൂ BI ബാർ ആണ്, സീൻ്റെ വാല്യൂ 1 ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡയഗ്രത്തിൽ നിന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വെൻ S is equal to 0, എക്സിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് XI is equal to A, YI is equal to BI. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, സീൻ ഈസ് ഈക്വൽ ടു എസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എസിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് സീൻ്റെ വാല്യൂ എന്താണ് ഈ കേസിൽ 0 തന്നെയാണ്. അതുപോലെ വെൻ S is equal to 1, എസിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് XI എന്ന് പറയുന്നത് A തന്നെയാണ്, YI എന്ന് പറയുന്നത് BI ബാർ അല്ലെങ്കിൽ BI കോംപ്ലിമെൻ്റ് ആണ്. ഇനി സീൻ്റെ വാല്യൂ എന്താണ് വരിക, S തന്നെയാണ്. അവിടെ ഈ 2 കേസിലും സീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് S തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് S, AI, BI. ഇനിയും അതിന് വരുന്ന ഔട്ട്പുട്ടാണ് എന്ത്, XIയും Yയും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ട്രൂ ഓർ കോംപ്ലിമെൻറ്റ് സർക്യൂട്ടിലേക്ക് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ SA, BI ആണ്. യു വിൽ ഗെറ്റ് XI ആൻഡ് WI. CA എന്ന് പറയുന്നത് കോമൺ ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് FI ആണ്. ഔട്ട്പുട്ട് ക്യാരി എന്ന് പറയുന്നത് CI+1 ആണ്. നമുക്കിതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആ ട്രൂത്ത് ടേബിളിൽ നമുക്ക് സിംപ്ലിഫൈഡ് ഇക്വേഷനും വേണം. അപ്പം എസിൻ്റെ വാല്യൂ, അപ്പോൾ നമുക്ക് 3 ഇൻപുട്ടുകളാണ് ഉള്ളത്. അപ്പോൾ S, AI, BI. അപ്പം എസിൻ്റെ 3 വേരിയബിളുള്ള കോമ്പിനേഷൻസ് ആയിരിക്കുന്നത് 0 0 0 മുതൽ
1 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും എഴുതിയിട്ടുണ്ട്. അപ്പം ഈ കോമ്പിനേഷനിൽ എക്സയുടെ വാല്യൂ എന്താണ്, വൈയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് എസിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് എക്സയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എ തന്നെയാണ്. സോ 0 തന്നെയാണ്. വൈയുടെ വാല്യൂ എന്ന് വെച്ചാൽ ബി ഐ തന്നെയാണ്. സോ അതുപോലെ എഴുതി. സോ അങ്ങനെയാണ് നമ്മളിത് മൊത്തം എഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 4 കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് 0 ആകുമ്പോഴും 4 കേസ് 1 ആകുമ്പോഴുള്ള കേസുകളും നമ്മളിവിടെ കാണിക്കണം. സോ നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ എഴുതിയതിന് ശേഷം ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മൾ എക്സ് ഐക്കും വൈ ഐക്കും സീനിനും ഉള്ള ഇക്വേഷൻ എഴുതുകയാണ്. നമുക്കറിയാം എക്സ് ഐ എന്ന് പറയുന്നത് എല്ലാം എ എന്താണോ അത് തന്നെയാണ് എക്സ് ഐ വന്നിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഐ ഈസ് ഈക്വൽ ടു എ. ഇനി വൈ ഐ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ വൈ ഐ 1 ആയിട്ട് വന്നിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് എല്ലാം എന്താണ്, എക്സോർ ആണ് ഓപ്പറേഷൻ. സോ നമ്മുടെ വൈ ഐയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എഴുതാം വൈ ഐ ഈസ് ഈക്വൽ ടു ബി ഐ എക്സോർ എസ് എന്ന് പറയാം. അതുപോലെ സീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ്. സീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് തന്നെയാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കിനി ആ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ് നമ്മൾ. സോ നമ്മളതിൻ്റെ ആ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 4-bit ആഡർ ഓർ സബ്ട്രാക്ടർ സർക്യൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഫുൾ ആഡേഴ്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. ബി ഐ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഇക്വേഷന് കിട്ടിയാണ്, ഇറ്റ് ഈസ് എക്സോർ ഗേറ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ എസ് എന്ന് പറയുന്നത് ആദ്യത്തെ 1 ഇൻപുട്ട് ഓഫ് ഈച്ച് ഗേറ്റ് ആൻഡ് സീൻ ഓഫ് ദി പാരലൽ ആഡർ ആണ് പോകാറുള്ളത്. അപ്പോൾ എസിൽ നിന്നാണ് സീനിലേക്കും പോവുക. അതുപോലെ ഓരോ ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്കും വരുന്നുണ്ട് നമുക്ക്. കാരണം ബി ഐ പ്ലസ് എക്സോർ എസ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഫുൾ ആഡർ വരച്ചു. എ ഡയറക്റ്റായിട്ട് കൊടുത്തു, A1, A2, X2, A3, X3, A4, X4. അതേപോലെ തന്നെ ബി ഐ എന്ന് പറയുന്നത് B1 വരുന്നുണ്ട്, എക്സോർ ഗേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എസിൻ്റെ വാല്യൂ എല്ലാത്തിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ വരച്ചു. സോ ഇതൊരു 4-bit ആഡർ ഓർ സബ്ട്രാക്ടർ സർക്യൂട്ടാണ്. ഇതേ കണക്കിന് ഏത് തരത്തിലുള്ള പ്രോബ്ലം വന്നാലും നമുക്കതനുസരിച്ച് ആ സർക്യൂട്ടുകൾ വരയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് അരിത്തമെറ്റിക് ലോജിക് സർക്യൂട്ടിനകത്തെ അരിത്തമെറ്റിക് സർക്യൂട്ടാണ്. താങ്ക് യു.